നമ്മൾ പത്മനാഭപുരം കൊട്ടാരം കാണാൻ വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ അതോറിറ്റീസ് നമുക്കൊരു സൗകര്യം ചെയ്തു തന്നു. രാജേശ്വരി കൂടെ നമ്മളൊപ്പം വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നമസ്കാരം രാജേശ്വരി. ഓക്കെ. ഏതായാലും ഞങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചതെങ്കിലും കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്നത് ഇത് നമ്മളെ സ്ഥലമായിരുന്നല്ലോ പണ്ട്. ഇപ്പോൾ ഈ പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പോഴും കേരള ഗവൺമെന്റിന്റെ ഹെറിറ്റേജ് വകുപ്പാണല്ലോ നോക്കുന്നത്, കേരള സർക്കാരിൻ്റെ ആണ്. ഇങ്ങനെ കുറ്റാലത്തും വേറൊരു കൊട്ടാരം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ട്. അപ്പം അങ്ങനെ കേരളം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ നാഞ്ചൽ നാട് എന്നറിയപ്പെടും. നാഞ്ചൽ നാട് എന്ന് വെച്ചാൽ കൃഷിയുടെ ഒക്കെ ഭൂമിയായിരുന്നു ഇവിടെ. അതിന്റെ ഒരു ഭാഗമാണ് കന്യാകുമാരിയും പറയുന്നത്. അവരുടെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ കൊച്ചി വടക്കൻ പരവൂരിൽ നിന്ന് ആരൽവായ് മൊഴി, കന്യാകുമാരി കഴിഞ്ഞ് ആരൽവായ് മൊഴി വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ലാംഗ്വേജ് അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റുകൾ പിരിഞ്ഞപ്പോഴായിരുന്നു ഈ പോർഷൻ തമിഴ്നാടിന് വിട്ടുകൊടുത്തത്. അങ്ങനെയാണ് നമുക്ക് പാലക്കാട് 1956 നവംബർ 1 നവംബർ 1 ലാംഗ്വേജ് അടിസ്ഥാനത്തിൽ 2 സംസ്ഥാനം ആയത്, തമിഴ്നാട് കേരളം ആയത്. എന്നാൽ ആ സമയത്ത് ഈ ഒരു 6 പോർഷൻ മാത്രം കേരള സർക്കാരിന്റെ വകയിലായിപ്പോയി. അതിന് പകരമായിട്ട് പാലക്കാട് ഇന്ന് കൃഷിയുടെ ഭാഗം 6 തമിഴ്നാട്ടിന് കൊടുത്തിട്ടാണ് ഇത് മേടിച്ചത്. ഇത് നമ്മുടെ നമ്മുടെ കേരള പുരാവസ്തുവിന്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്.